അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് രാജകൊട്ടാരത്തിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ആയ ഷേർലിക്ക് ഡയാന എന്ന പേരുള്ള അനിയത്തി ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് വലിയ പദവിയാണുള്ളത്. എന്നാൽ അനിയത്തിക്ക് നമ്മുടെ ഹീറോയുടെ പദവിയിൽ അസൂയ കൂടുകയും അവളെ കൊല്ലുകയും ആ സമയത്ത് അനിയത്തിയുടെ പുറകിൽ ഒരു അമ്പ് തറക്കുകയും ചെയ്യുന്നു. അനിയത്തിയും ഹീറോയും ഒരേ സമയം മരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അത് ഒരു പുനർജന്മമാണ്. അവിടെ ഹീറോയ്ക്കും അനിയത്തിക്കും വരനെ കണ്ടുപിടിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. രാജകൊട്ടാരത്തിൽ എങ്ങനെയാണ് വരനെ കണ്ടുപിടിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഹീറോയുടെ കയ്യിലും ഹീറോയുടെ അനിയത്തിയുടെ കയ്യിലും ഒരു ബോൾ കൊടുക്കും. അത് താഴേക്ക് എറിയുമ്പോൾ അവിടെ നിൽക്കുന്ന ആരിലാണോ ബോൾ കൊള്ളുന്നത് അവരെ ആയിരിക്കും അവർ വരനായി സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹീറോ 3 വർഷം മുമ്പുള്ള കാര്യം ആലോചിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു വേലക്കാരി വരികയും ഹീറോയ്ക്ക് ഒരു ബോൾ കൊടുത്തിട്ട് താഴേക്ക് എറിയാൻ പറയുന്നു. അത് കേട്ട് നമ്മുടെ ഹീറോ ബോൾ എടുക്കാൻ പോകുമ്പോൾ അനിയത്തി അത് തടഞ്ഞ് ഞാൻ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് ബോൾ എടുക്കുകയാണ്. ഡയാന ഡേവിഡ് എന്നയാളുടെ ദേഹത്ത് ബോൾ എറിയുന്നു. ഡേവിഡ് പോൾ കുടുംബത്തിലെ 2ാമത്തെ മകനാണ്. അതിൽ ഹീറോയുടെ അനിയത്തി ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ തൻ്റെ അനിയത്തിയുടെ അപകടത്തിലെ കുറിച്ച് ആലോചിക്കുന്നു. കാരണം ആ പോൾ കുടുംബം ഒരു ചെന്നായ്ക്കൂട്ടമാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ഹീറോയുടെ അമ്മയും അച്ഛനും അനിയത്തിയും ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ ഹീറോയും കൂടുതൽ ആലോചിക്കാതെ നീ ചെയ്തത് നല്ലതാണെന്ന് ഡയാനയോട് പറയുന്നു. ഇനി അടുത്തത് നമ്മുടെ ഹീറോയുടെ ചാൻസ് ആണ്. അപ്പോഴാണ് രാജകുമാരൻ്റെ വേലക്കാരനും സാധാരണ ജീവിതം അനുഭവിക്കാൻ സാധാരണക്കാരൻ്റെ രൂപത്തിൽ അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോ ബോൾ എറിയുകയും ചെയ്തു. അത് രാജകുമാരൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ ആർക്കും അത് രാജകുമാരനാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അമ്മയും അനിയത്തിയും അവളെ നീ ഒരു പിച്ചക്കാരനെയാണോ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞ് കളിയാക്കും വിധത്തിൽ സംസാരിക്കുന്നു. ഹീറോയുടെ അച്ഛനാകട്ടെ അവളെ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നു. ഇവിടെ മുതലാണ് ഹീറോയുടെ അനിയത്തി ഡയാനയുടെയും ശത്രുത ആരംഭിക്കുന്നത്. ഇതൊക്കെ കേട്ട് ഹീറോ മുകളിൽ നിന്നും രാജകുമാരന്റെ അടുത്തേക്ക് വരുന്നു. എല്ലാവരും അവളുടെ പുറകെ താഴേക്ക് വരുന്നു. അപ്പോൾ അച്ഛൻ പുറകെ വന്നിട്ട് നീ നശിച്ചു പോകും, നീ ഒരു പിച്ചക്കാരനെയാണോ തെരഞ്ഞെടുത്തത്, നീ എൻ്റെ കുടുംബത്തിൻ്റെ മാനം കളയാൻ വന്നതാണോ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഹീറോ തൻ്റെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് വലിയൊരു അബദ്ധം പറ്റി. അബദ്ധം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ ഹീറോ സെലക്ട് ചെയ്തത് ഈ ജന്മത്തിൽ തൻ്റെ അനിയത്തി സെലക്ട് ചെയ്ത ചെന്നായ്ക്കൂട്ടത്തിലെ പോൾ കുടുംബത്തിലെ 2ാം മകനായ ഡേവിഡിനെയാണ്. ആ ജന്മത്തിൽ വലിയൊരു അബദ്ധം പറ്റിയതുകൊണ്ട് ഈ ജന്മത്തിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഈ പിച്ചക്കാരനെ കല്യാണം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കാമെന്ന് നമ്മുടെ ഹീറോ തീരുമാനിക്കുന്നു. ഇത് കേട്ട് ചുറ്റുമുള്ളവരെല്ലാം അത്ഭുതപ്പെടുന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് വീഡിയോ വേണ്ടതെന്ന് വിചാരിച്ചാൽ കമൻറ്റ് ചെയ്യുക.